Hello everyone, this is me Casac Benjali. പുതിയ ഒരു ബിസിനസ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ബിസിനസ്സിൽ എങ്ങനെ ചാണക്യ തന്ത്രങ്ങൾ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചാണക്യന്റെ ആശയങ്ങളെ ഏത് രീതിയിൽ ബിസിനസ്സിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മൈൻഡുകളിൽ ഒന്നായിട്ട് വിലയിരുത്തപ്പെടുന്ന മൈൻഡാണ് ചാണക്യന്റെ മനസ്സിനെ കുറിച്ച്, മൈൻഡ് പവറിനെ കുറിച്ച്. കാരണം ചാണക്യന്റെ തന്ത്രങ്ങളിലൂടെ ചന്ദ്രഗുപ്തന് ലോകത്തിലെ ഒരു വലിയ ഭാഗം തന്നെ കീഴടക്കാനും ഒരു വലിയ കിങ്ഡം കെട്ടിപ്പടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ചാണക്യ തന്ത്രങ്ങൾ എങ്ങനെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്ത് വിജയിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സീരീസ് ഓഫ് വീഡിയോ ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഭാഗങ്ങൾ ഇനിയും തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാണക്യ തന്ത്രങ്ങൾ ഏറ്റവും എഫക്റ്റീവായിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനിയുള്ള വരാനിരിക്കുന്ന വീഡിയോയും കൂടെ കാണണമെന്ന് അപേക്ഷിക്കുന്നു. ഈ ചാനൽ ഇതുവരെ കാണാത്ത ആളാണെങ്കിൽ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതെന്ന് അപേക്ഷിക്കുന്നു. ലീഡർഷിപ്പ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ലീഡർഷിപ്പ് വളരെ പ്രധാനമാണ്. രണ്ട് തരം ലീഡർഷിപ്പാണുള്ളത് ഒരു ബിസിനസ്സിന്. ഒന്ന് മാർക്കറ്റ് ലീഡർഷിപ്പാണ്. നിങ്ങളുടെ സെഗ്മെന്റിൽ നിങ്ങൾ വിൽക്കുന്ന, നിങ്ങൾ കച്ചവടം ചെയ്യുന്ന നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്കുള്ള പൊസിഷൻ, ലീഡർഷിപ്പ് പൊസിഷൻ, മാർക്കറ്റ് ലീഡർ, മാർക്കറ്റ് ഷെയറിനെ അടിസ്ഥാനമാക്കി തരുന്നതാണ് ലീഡർഷിപ്പ്. രണ്ടാമത്തതാണ് നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ഒരു ബിസിനസ്മാൻ എന്ന രീതിയിൽ, ഒരു ഓൺട്രപ്രനർ എന്ന രീതിയിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ലീഡർഷിപ്പ്. ഈ രണ്ട് ലീഡർഷിപ്പും എഫക്റ്റീവായി നിങ്ങളുടെ ബിസിനസ്സിനെ, കാരണം ബിസിനസ്സിനകത്ത് ലീഡർഷിപ്പ് എഫക്റ്റീവ് ആണെങ്കിൽ മാത്രമാണ് മാർക്കറ്റ് ഷെയറിൽ നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ നിങ്ങളുടെ ബിസിനസ്സിനെ മാർക്കറ്റിൽ എങ്ങനെ ഒരു ലീഡർഷിപ്പ് ബിസിനസ് ആക്കി മാറ്റാം, മാർക്കറ്റ് ലീഡറാക്കി നിങ്ങളെ ബിസിനസ്സിനെ എങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്യാം, അതിന് ചാണക്യ തന്ത്രങ്ങൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമ്പർ 1 ഇന്റലക്ച്വൽ ലീഡർഷിപ്പാണ്. നിങ്ങളുടെ ബിസിനസ്സിനകത്ത് നിങ്ങൾക്ക് ടീമിനെ ലീഡ് ചെയ്യണമെങ്കിലും മാർക്കറ്റിനകത്ത് ലീഡ് ചെയ്യണമെങ്കിലും നിങ്ങളുടെ ബിസിനസ് ഷെയർ എക്സ്പാൻഡ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് എപ്പോഴും ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വിസ്ഡം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. മറ്റൊരാൾ ചെയ്യുന്നത് കോപ്പി ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും തന്നെ മാർക്കറ്റിൽ ലീഡ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കാരണം കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതൊരു ഇൻഫർമേഷൻ യുഗമാണ്. ഏതൊരു കാര്യത്തിനെ കുറിച്ചും ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് നമുക്ക് ആ അറിവ് നേടാൻ കഴിയുമെന്നുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് മൂവ് ചെയ്യണമെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ ടീം അംഗങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കണമെങ്കിലും അവരെ നിങ്ങളെ അഡ്മയർ ചെയ്യണമെങ്കിലും ഇന്റലക്ച്വൽ ആയിട്ടുള്ള ലീഡർഷിപ്പ്, ഇന്റലക്ച്വൽ പവർ നിങ്ങൾക്കുണ്ടായിരിക്കണം. അതാണ് കുറച്ച് പവറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൽ വളരെ പ്രധാനമാണ് ഇന്റലക്ച്വൽ പവർ. നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകളുടെ ഡിമാൻഡ് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് ഇന്നോവേഷൻസ്, ഫ്യൂച്ചർ ഡിമാൻഡ് മനസ്സിലാക്കാൻ കഴിയുന്ന ഇൻഫർമേഷനും നോളജും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ബിസിനസ്സിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ നമ്പർ 1 പവർ to take your business to higher position is intellectual power, the wisdom. അത് നിങ്ങൾക്ക് തന്നെ എല്ലാം അറിഞ്ഞിരിക്കണമെന്നില്ല. നിങ്ങളുടെ R&D ഡിപ്പാർട്ട്മെന്റ്, നിങ്ങളുടെ കയ്യിൽ ഇതെല്ലാം അറിയുന്ന ഒരു സൂപ്പർ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കണം. ലോകത്തിൽ തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികളെല്ലാം ഏറ്റവും കൂടുതൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതും R&Dയിലാണ്. ബിക്കോസ് ദേ നോ ദിസ് ഇന്റലക്ച്വൽ പവർ ഈസ് ദ മോസ്റ്റ് യൂസ്ഫുൾ വെപ്പൺ ഇൻ ബിസിനസ് വേൾഡ്. നമ്പർ 2 മാൻ പവർ ആണ്. മാൻ പവർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ കുറേ ആളുകൾ ഉണ്ടായിരിക്കണം. കാരണം നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ആരുടെ കൂടെയാണോ ആളുള്ളത് അവരെയാണ് ലോകം കേൾക്കുക എന്ന് പറയാറുണ്ട്. അത് തന്നെയാണ് നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ. പവർഫുൾ ആയിട്ടുള്ള, നല്ല മൈൻഡഡ് ആയിട്ടുള്ള, എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള ആളുകളാണോ നിങ്ങളുടെ കൂടെ ഉള്ളത്? നിങ്ങളുടെ കൂടെയുള്ള ടീം അംഗങ്ങൾ, നിങ്ങളുടെ ബിസിനസ്സിലുള്ള ടീം അംഗങ്ങൾ വീക്കറായിട്ടുള്ള, ഏറ്റവും ശമ്പളം കുറച്ചു കൊടുത്താൽ മതി എന്ന് പറയുന്ന ടീമിനെയാണോ നിങ്ങൾ നിങ്ങളുടെ കൂടെ കൂട്ടിയിരിക്കുന്നത്? അല്ല, ഏതൊരു ബിസിനസ് ചാലഞ്ചിനെയും ഏതൊരു മാർക്കറ്റ് ചാലഞ്ചിനെയും ധൈര്യത്തോടു കൂടി നെഞ്ചും വിരിച്ച് നേരിടാൻ കഴിവുള്ള ഒരു ടീം അംഗങ്ങളാണോ നിങ്ങളുടെ കൂടെ ഉള്ളതെങ്കിൽ യു ക്യാൻ സക്സീഡ് ഇൻ ദ മാർക്കറ്റ്. ഇത് നിങ്ങളുടെ കൂടെയുള്ള ടീം അംഗങ്ങളെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. നിങ്ങളുടെ കസ്റ്റമേഴ്സ് അവരെത്രമാത്രം പവർഫുൾ ആണ്, എത്രമാത്രം കസ്റ്റമേഴ്സ് ഉണ്ട്, അവർ നിങ്ങൾക്ക് വേണ്ടി എത്രമാത്രം നിൽക്കും, നിങ്ങളുടെ കൂടെ എത്രമാത്രം അവർ ലോയലായിട്ട് നിൽക്കും, അവരെത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആണ്. സാധാരണ ടൈപ്പ് കസ്റ്റമേഴ്സ് ആണോ, പ്രീമിയം കസ്റ്റമർ ആണോ, അവരുടെ സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്താണ്,
ആരുടെ കൂടെയാണോ കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ആളുകൾ ഉള്ളത് അവർക്ക് സ്വാഭാവികമായിട്ടും കൂടുതൽ ശക്തി കിട്ടും. നിങ്ങൾ നോക്കൂ, എങ്ങനെയാണ് കമ്പനികൾ മാർക്കറ്റ് ലീഡ് ചെയ്യുന്നത്, പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ലീഡ് ചെയ്യുന്നത്. ആപ്പിൾ എങ്ങനെയാണ് ലീഡ് ചെയ്യുന്നത്? കമ്പാരിറ്റീവ്ലി മറ്റു ഫോൺ ഉപയോഗിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഫിനാൻഷ്യലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് അവരെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ്, നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ പവർഫുൾ ആണെങ്കിൽ ഓഫ് കോഴ്സ് യു വിൽ ബിക്കം മോർ പവർഫുൾ. ആൻഡ് ഹൂ ഈസ് യുവർ സപ്ലയർ? നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന ആളുകളും പവർഫുൾ ആയിട്ടുള്ള, ഏത് റിക്വയർമെന്റുകൾ മീറ്റ് ചെയ്യാൻ പറ്റുന്ന, ഏത് ഡിമാൻഡുകൾ, നിങ്ങളുടെ എക്സ്പാൻഷൻ എത്രയാണെങ്കിലും അതിനൊക്കെ വളരെ ഈസി ആയിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്ന പവർഫുൾ ആയിട്ടുള്ള ആളുകളാണ് നിങ്ങളുടെ കൂടെ ഉള്ളെങ്കിൽ of course you can succeed. So ചാണക്യൻ പറയുന്നത് നിങ്ങളുടെ കൂടെയുള്ള മാൻ പവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ കൂടെയുള്ള പവർഫുൾ ആയിട്ടുള്ള ആളുകൾ, ഈവൺ നിങ്ങൾ കുറച്ച് വീക്കർ ആണെന്ന് വിചാരിക്കുക, എന്നാൽ പോലും നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ പവർഫുൾ ആക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഹൈലി പവർഫുൾ ആയിട്ടുള്ള ആളുകളുമായിട്ട് നെറ്റ്വർക്ക് ഉണ്ടാക്കണം, കണക്ഷൻ ഉണ്ടാക്കണം. ബിക്കോസ് ബിസിനസ്സിൽ നിങ്ങളുടെ പവർ എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം പവർ അല്ല, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, നിങ്ങളുടെ നെറ്റ്വർക്കിന്റെ, നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ കൂടി പവറാണ്. അവര് ശക്തരാണെങ്കിലും യു ക്യാൻ ടേക്ക് മാർക്കറ്റ് അഡ്വാൻറ്റേജ്. ഇതാണ് നമ്പർ 2. നമ്പർ 3, ഓഫ് കോഴ്സ് നിങ്ങളുടെ ബിസിനസ്സിനെ ടോപ്പ് ലെവലിൽ നിർത്താൻ, നിങ്ങളുടെ ബിസിനസ്സിനെ ലീഡർഷിപ്പിൽ നിർത്തണമെങ്കിൽ ഫിനാൻഷ്യൽ പവർ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും പല ആളുകളും പറയുന്നുണ്ട്, ബിസിനസ്സിന് എന്തിനാണ് ഒരുപാട് പണം, നമ്മുടെ ആളുകളെ ഹെൽപ്പ് ചെയ്യാനല്ലേ. ഓഫ് കോഴ്സ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. നിങ്ങളുടെ ബിസിനസ് പല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പല പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ട്, പല ആളുകളെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, ചാരിറ്റി കൊടുക്കുന്നുണ്ട്, ഡൊണേഷൻ കൊടുക്കുന്നുണ്ട്, ടാക്സ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കൊടുക്കണമെങ്കിലും, നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെങ്കിലും യു ഷുഡ് ഹാവ് മണി പവർ വിത്തിൻ യു. ബിക്കോസ് പണത്തിൻ്റെ ശക്തി നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ യു കാൻ ഡു എനിത്തിങ്. സോ മണി പവർ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് യുവർ ബിസിനസ് ടു ദ നെക്സ്റ്റ് ലെവൽ. 4-മത്തത് ചാണക്യ പറയുന്നതിൽ നിന്ന് നമ്മുടെ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് എന്തൂസിയാസം ആൻഡ് മൊറൈൽ. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ്. നിങ്ങളുടെ ഊർജ്ജസ്വലത, നിങ്ങളുടെ ഡിസിപ്ലിൻ, നിങ്ങൾ പാലിക്കുന്ന വാല്യൂവും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കീപ്പ് ചെയ്യുന്ന, ബിസിനസ്സിനോട് കീപ്പ് ചെയ്യുന്ന, നിങ്ങളുടെ ഈ ഒരു പാഷനോട് നിങ്ങളുടെ ഈ ഒരു ബിസിനസ്സിനോട്, പ്രോഡക്റ്റിനോട്, സർവീസിനോട് കീപ്പ് ചെയ്യുന്ന നിങ്ങൾ കാണിക്കുന്ന ഒരു പാഷൻ ഉണ്ടല്ലോ, അത് ബിസിനസ് വിജയത്തിനും നിങ്ങളെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുപോകാനും വളരെ പ്രധാനമാണ്. ഒരുപാട് റിസർച്ചുകൾ നടന്നിട്ടുണ്ട്. ആ റിസർച്ചുകളെല്ലാം പറയുന്നത് ഹൈ എനർജറ്റിക് ആയിട്ടുള്ള, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളുകൾ എല്ലാവരും സക്സസ്ഫുൾ ആകാറുണ്ട്. നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് കൊണ്ട് തന്നെ ഹൈ എനർജി മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ പ്രോഡക്റ്റ്, നിങ്ങളുടെ സർവീസ് ലോകത്തുണ്ടാക്കുന്ന മാറ്റത്തെക്കുറിച്ച് എക്സൈറ്റഡ് ആയിട്ട്, പാഷനേറ്റ് ആയിട്ട് അതിൻ്റെ പുറകെ മടുക്കാതെ എത്ര മണിക്കൂർ ചെയ്താലും നിങ്ങൾക്ക് ഒരു മടുപ്പുമില്ലാതെ പിന്നെയും അതിൻ്റെ പുറകെ ഓടാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് you will become successful. അത് നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമാണ് you can keep your success for a long period of time. രണ്ടാമതൊന്നും കൂടെ ഉണ്ട്. നിങ്ങൾ വളരെ ശക്തമായിട്ടുള്ള ഒരു ആവേശമുള്ളൊരു വ്യക്തിയാണ്, കറക്റ്റ് പേഴ്സണൽ ഡിസിപ്ലിൻ, മൊറൈൽ കീപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. മാൻ പവർ അച്ചീവ് ചെയ്യാൻ പറ്റും, നോളജ് അച്ചീവ് ചെയ്യാൻ പറ്റും, ഫൈനാൻഷ്യൽ പവർ നിങ്ങൾക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം ഇതാണ് നിങ്ങളെ അതിലേക്കൊക്കെ എത്തിക്കുന്ന ഘടകം. സോ കീപ് യുവർ എനർജി ആൻഡ് ഡിസിപ്ലിൻ to take your business to the next level. And art of punishment. ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ഒരാളാണ് നിങ്ങൾ, നിങ്ങളുടെ ബിസിനസിന്റെ ലീഡർ ആണെങ്കിൽ പോലും ഒരു വിഷയത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലീഡറെ ആരും ഇഷ്ടപ്പെടില്ല. എന്നാൽ പവർഫുൾ ആയിട്ടുള്ള ലീഡർ ആയിരിക്കുകയും വേണം. കാരണം നിങ്ങൾ ആസ് എ ലീഡർ നിങ്ങൾക്കൊരു പവർഫുൾനെസ്, കോൺഫിഡൻസ്, സ്ട്രോങ് ആയിട്ടുള്ള അവസ്ഥ ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ടീം നിങ്ങളെ അനുസരിക്കാതെ വരും, ആ ടീം നിങ്ങളെ ഫോളോ ചെയ്യാതെ വരും. നിങ്ങൾ ലോകത്ത് എവിടെയും നോക്കൂ, പവർഫുൾ ആയിട്ടുള്ള ലീഡറുടെ പുറകെ നിൽക്കാനാണ് ഇഷ്ടം. അവർ കുറച്ച് ഹാർഡാണെങ്കിലും മനസ്സിലാക്കുന്ന രീതിയിൽ എംപതറ്റിക് ആയിട്ടുള്ള ഒരു ലിസൺഫുൾ ആയിട്ടുള്ള ലീഡറായിട്ട് നിങ്ങൾ മാറണം. എല്ലാത്തിനെയും ഷൗട്ട് ചെയ്ത് ചീത്ത പറയുന്നതിന് പകരം സ്ട്രോങ് ആയിരിക്കേണ്ടടുത്ത് സ്ട്രോങ് ആയി നിൽക്കണം. എന്നാൽ ഡിസിപ്ലിൻ ആയിക്കൊണ്ട് തന്നെ ബാക്കിയുള്ളവരെ അണ്ടർസ്റ്റാൻഡിങ്ങും ചെയ്യുന്ന ഒരു ലീഡറെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. ഭയങ്കര കമ്പനിയായിട്ട് ഒരു റെസ്പെക്റ്റും തോന്നാത്ത രീതിയിൽ കൂടെ കളിച്ചു നടക്കുന്ന ലീഡർ എംപ്ലോയീസിന് ഇഷ്ടമാണ്. പക്ഷേ നിങ്ങളുടെ ബിസിനസ്സിനെ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ കൂടെ അവരുണ്ടാവില്ല. അല്ലെങ്കിൽ വലിയ ലക്ഷ്യത്തിലേക്ക്, വലിയ റിസ്കി ആയിട്ടുള്ള പൊസിഷനിലേക്ക് പോകുമ്പോൾ നിങ്ങളെ കൂടെ നിൽക്കാൻ അവർ ഭയപ്പെടുകയും ചെയ്യും. കാരണം ബേസിക്കലി നിങ്ങൾ സ്ട്രോങ് അല്ല എന്ന് അവർക്കറിയാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, യു ഷുഡ് ബി എ സ്ട്രോങ് ലീഡർ, ഓൾസോ ആൻ അണ്ടർസ്റ്റാൻഡിങ് ലീഡർ.
ഭയങ്കര പണിഷിംഗ് ആയിട്ടുള്ള ഭയങ്കര ഫ്രീ ആയിട്ട് ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ലീഡറും ആവരുത്. ബിക്കോസ് പീപ്പിൾ ആർ ലുക്കിംഗ് ഫോർ എ സ്ട്രോങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ലീഡർ ആൻഡ് ക്രിയേറ്റ് ഇൻഫ്ലുവൻസ് അമംഗ് ദം. അവരുടെ ഉള്ളിൽ വളരെ ശക്തമായിട്ടുള്ളൊരു സ്വാധീനം നിങ്ങൾ ചെലുത്തുക. ഇതാണ് കോർപ്പറേറ്റ് ലോകത്ത് അല്ലെങ്കിൽ ബിസിനസ് വേൾഡിൽ ചാണക്യൻ്റെ തന്ത്രങ്ങളിലൂടെ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു പാഠമാണ്. ഇനിയും ഒരുപാട് ബിസിനസ്സിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആശയങ്ങൾ ചാണക്യൻ്റെ തന്ത്രങ്ങളിലൂടെ നമുക്ക് ബിസിനസ്സിലും നടപ്പിലാക്കാൻ കഴിയും. ബിക്കോസ് വി ഓൾ നോ ദാറ്റ് ബിസിനസ് ഈസ് എ വാർ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഇനിയും ചാണക്യ തന്ത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ്. സോ please stay tuned. Thank you. This is me, Casac Benjali.